ദാണ്ടി കിടക്കുന്ന വീണ്ടും കിണറ്റിൽ പാമ്പ്. ഈ പാമ്പുകളെ കൊണ്ട് തോറ്റുവിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതുപോലെ ഇവർക്കൊന്ന് നോക്കി കണ്ടൊക്കെ അഴിഞ്ഞു പോയിക്കൂടെ. അതൊന്നും അല്ലെങ്കിൽ കിണറ്റിൽ വീഴുക അല്ലെങ്കിൽ വലയിൽ കൊടുങ്ങുക, ഇതൊക്കെ പണി കിട്ടുന്നത് ഞങ്ങളെപ്പോലുള്ള റെസ്ക്യൂവേഴ്സിനാണ്. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലത്താണ് ഇപ്പോൾ ഈ ഒരു സംഭവം. വീണ്ടും ഒരു വലിയൊരു മൂർഖൻ പാമ്പ് കിണറ്റിൽ വീണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിണറ്റിൽ ഇറങ്ങാതെ തന്നെ എങ്ങനെ പാമ്പിനെ പുറത്തെടുക്കാം എന്നുള്ള എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിണറ്റിൽ നിന്ന് പാമ്പിനെ പുറത്തെടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മടുത്തു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ മടുത്ത് കാണും. എന്തായാലും ക്ഷമിക്കൂ. ഇത് സംഭവം നടക്കുന്നത് തൃശ്ശൂർ കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കിണറ്റിൽ ഒരു ഒഴിഞ്ഞെടുക്കുന്ന ഒരു പറമ്പിൽ ഒരു അധികം ഉപയോഗിക്കാത്തൊരു കിണറാണ്. അപ്പോൾ കിണറ്റിലൊരു മൂർഖൻ പാമ്പ് വീണു. അപ്പോൾ ആ മൂർഖൻ പാമ്പിനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം പോലെ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണുക. എങ്ങനെയായാലും നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നല്ല വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അത് എനിക്ക് നൽകുന്ന വലിയൊരു സപ്പോർട്ടാണ്. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, പാമ്പുകളുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട മറ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അറിവുകളൊക്കെ നമ്മൾ ഈ ഒരു പേജിലൂടെയും ചാനലിലൂടെയും പരമാവധി എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഗ്ലാസ്സിലെടുത്തോ, കപ്പിലെടുത്തോ, കപ്പില്. ആ തണുത്തുള്ള വെച്ച്